ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ മുരിങ്ങക്കായ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയവും വേണ്ട, അതേപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. പിന്നെ ഈ അവിയൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എപ്പോഴും മുരിങ്ങക്കായ എടുക്കുമ്പോൾ ഒരേ മൂപ്പായിരിക്കണം. മാക്സിമം കിളുന്തന്നെ എടുക്കാൻ നോക്കാം. സാധാരണ അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ മുരിങ്ങക്കായ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അവിയൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതേപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങക്കായ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, പക്ഷെ മുരിങ്ങക്കായ മാത്രം ചേർക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ മുരിങ്ങക്കായ ചേർക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 12 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് നീളനെ കീറിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ചേർക്കരുത്, ജസ്റ്റ് ഈ മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടാൻ കണക്കാക്കി മാത്രം വെള്ളം ചേർക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇത്ര വെള്ളമായാലും നമുക്കിത് അടിയിലൊന്നും പിടിക്കില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ഒരു 7 ചെറിയുള്ളി, ഇതിലേക്കും ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ വേവിച്ച് തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ മുരിങ്ങക്കായും അത്യാവശ്യം കിളും തന്നെയാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ എല്ലാം ഒരേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ പകുതിയോളം വറ്റിക്കഴിഞ്ഞു. ഇനി അല്പം മാത്രമാണ് ഇതിലേക്ക് വെള്ളം അവശേഷിക്കുന്നുള്ളൂ. ഏകദേശം ഈ ഒരു അളവിൽ വെള്ളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നിങ്ങളിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പൊക്കെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തേങ്ങയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ യോഗർട്ടാണ് അവൈലബിൾ ഉള്ളത്, അതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിയലിലേക്കുള്ള തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങക്കായ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന മുരിങ്ങക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ ആർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അവിയൽ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ ആർ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.